ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പുതിയൊരു സംരംഭത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മൾ ജൂലൈ 26 അന്ന യോവാക്യം നമ്മുടെ മാതാപിതാക്കളുടെ തിരുനാളോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് 1 വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ആമുഖമായിട്ടാണ് സിസ്റ്റർ സംസാരിക്കുന്നത്. എല്ലാവരും ഭയപ്പാടോടെ കാണുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാടിന്റെ പുസ്തകം. പുതിയ നിയമത്തിന്റെ ഏറ്റവും സമാപന ഗ്രന്ഥമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപാട്. പക്ഷേ ഇത് ഏറ്റവും ലളിതവും ആകർഷവുമാണ്. ഈ കാലഘട്ടത്തിനെ ഒരു മുന്നറിയിപ്പാണ് 7 സഭകളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഭയത്തോടെ കാണുന്ന ഈ വെളിപാടിന്റെ പുസ്തകം പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. വിശുദ്ധ ഗ്രന്ഥം വെളിപാട് മുഴുവൻ വായിക്കുമ്പോൾ 1 മുതൽ 22 വരെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിജയവും യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും ഇവിടെ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ചരിത്രത്തിൻ്റെ എല്ലാ നിയന്ത്രണവും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ളതും കൂടി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ, നമ്മൾ ഇപ്പോൾ അന്ന് വെളിപാട് എഴുതി വെച്ചു എങ്കിലും ഈ കാലഘട്ടത്തിലെ, ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രവചന ഗ്രന്ഥമാണിത്. പ്രവാചക ഗ്രന്ഥമാണ്, ശബ്ദമാണ്. അതുപോലെ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൂരമായ മതമർദ്ദനവും പീഡനവും നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിനെ സാക്ഷ്യം വഹിച്ചു, വചനം പ്രഘോഷിച്ചു എന്നതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഗ്രീസിലെ പാത്മോസ് ദ്വീപിൽ മറ്റാരുമില്ലാത്ത ഏകാന്തതയിലെ യേശുവിനെ കണ്ടുമുട്ടിയ ദർശനവും കേട്ട സ്വരവുമാണ് ഇതിൻ്റെ പ്രമേയം. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതിലെ ചില പ്രതീകങ്ങൾ കൂടി സിസ്റ്റർ ആമുഖമായിട്ട് പറയുകയാണ്. 7, 12, 7 ഒരു പൂർണ്ണതയാണ്. 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലുടനീളം കാണാം 7 നക്ഷത്രങ്ങൾ, 7 വിളക്കുകൾ, അല്ലെങ്കിൽ 7 ദീപപീഠങ്ങളുടെ മധ്യേ യേശു പ്രത്യക്ഷപ്പെട്ടു, 7 ദൂതന്മാർ എന്നൊക്കെ കാണാം. 12 എന്ന് പറയുമ്പോൾ 12 അപ്പസ്തോലന്മാർ, 12 ഗോത്രങ്ങൾ എന്നിവ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും പ്രതീകത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപത്തിനും അതിക്രമങ്ങൾക്കും കുരിശിൽ പീഡ സഹിച്ച് മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു. കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണുമ്പോൾ ബലഹീനനായിട്ട് തോന്നുമെങ്കിലും അവൻ സർവശക്തനാണ് എന്ന് ഉത്ഥാനത്തോടെ തെളിയിക്കുകയാണ്. പിന്നെ നമുക്ക് കാണാം മൃഗം, അതുപോലെ സർപ്പം. ഈ പ്രതീകങ്ങൾ ദൈവത്തിനും അവൻ്റെ ജനതയ്ക്കും എതിരായ തിന്മയുടെ പ്രതീകങ്ങളാണ് സർപ്പം. വെളിപാട് 12 മുഴുവനും ആ സ്ത്രീയോട് പോരാടാൻ ഒരു ഉഗ്രസർപ്പത്തെ വർണ്ണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഇതിലേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തിൻ്റെ അന്തിമ വിജയമാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണാം, പറുദീസ, ജീവജലം, ജീവവൃക്ഷം എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഹെവൻലി ജെറുസലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഒരു പുതിയ യുഗം തന്നെ വരികയാണ്. കഷ്ടപ്പാടുകളും വേദനകളും മരണത്തിൻ്റെ നിലവിളികളെല്ലാം മാറി ഇതാ പുതിയ പ്രതീക്ഷ നമുക്ക് തരികയാണ്, ഹോപ്പ്. അതുകൊണ്ട് പ്രത്യാശയുടെ ഒരു സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാനിൽ നേരിട്ട് ലഭിച്ച എല്ലാ വെളിപാടുകളുമാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പുതിയ പ്രതീക്ഷ, പുതിയ വിശ്വാസം, ഹെവൻലി ജെറുസലേം നമുക്ക് പ്രത്യാശ നൽകുകയാണ്. ഇത് ഭയത്തോടുകൂടി വായിക്കേണ്ട ഒരു പ്രവചനമല്ല. അതുപോലെ വെളിപാട് 1:3 പറഞ്ഞിട്ട് സിസ്റ്റർ ഈ എപ്പിസോഡ് സമാപിക്കുകയാണ്. വെളിപാട് 1:3 പറയുകയാണ്, ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇത് പാലിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ഭാഗ്യപ്പെട്ടവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് സിസ്റ്ററിനോടൊപ്പം അടുത്ത എപ്പിസോഡ് മുതൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടും
വലത് കൈയിൽ നോട്ട് ബുക്ക് പേന പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡുകളിലൂടെ കടന്നു പോകണമെന്ന് പ്രത്യേകം യാചിക്കുകയാണ്. വെളിപാടിൻ്റെ ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് അഭിഷേകം കിട്ടുന്ന, നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്താൻ ഓരോ സഭകൾ 7 സഭകൾ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവരും ഈ വെളിപാടിൻ്റെ പുസ്തകം ഈ കാലഘട്ടത്തിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയതും പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ സന്ദേശങ്ങൾ, പുതിയ പ്രത്യാശ, പുതിയ ആകാശവും ഭൂമിയും തരുന്ന ഇതാ പരിശുദ്ധാത്മാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. നിങ്ങളെല്ലാവർക്കും ഇത് പങ്കുവെക്കണം. എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ സിസ്റ്റർ ഈ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആമേൻ.